നമസ്കാരം. ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ നിലക്കടല, അതായത് കപ്പലണ്ടി കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ദോശപ്പൊടിയെക്കുറിച്ച് പറയുകയുണ്ടായി. അത് വളരെയേറെ ആകർഷണം തോന്നിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ നിലക്കടല ദോശപ്പൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കപ്പലണ്ടി ദോശപ്പൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചമ്മന്തി പൊടിയാണോ? അല്ല, ഇത് ചമ്മന്തി പൊടിയല്ല, ഇത് ദോശപ്പൊടി തന്നെയാണ്. എന്നാൽ ദോശയ്ക്കൊപ്പം മാത്രമല്ല, ഇഡ്ലിക്കൊപ്പവും വളരെ സ്വാദിഷ്ടമായ ഒരു ചേരുവയാണത്. മാത്രമല്ല, ഊണ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന ഹൈ പ്രോട്ടീൻ, ബാലൻസ്ഡ് ഫാറ്റ്സ്, ലോ കാർബ്സ്, അപ്പോൾ വളരെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു നല്ല ഒരു വിഭവമാണത്. വളരെ ലളിതമായി വീട്ടിലുണ്ടാക്കാവുന്ന വിഭവം. ഏറ്റവും കുറവ് ചേരുവകളാണ് ഇതിൽ ആവശ്യമായി വരുന്നത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നമുക്ക് നോക്കാം. 1/4 കിലോ തൊലിയില്ലാത്ത നല്ല വെളുത്ത വലിപ്പമുള്ള നിലക്കടലയാണ് ഇതിന് ഉത്തമം. അപ്പോൾ 1/4 കിലോ നല്ല മുഴുത്ത വെളുത്ത തൊലിയില്ലാത്ത നിലക്കടല വേണം. എന്നിട്ട് 10-12 വെളുത്തുള്ളി അല്ലികൾ, അപ്പോൾ അതിൻ്റെ തൊലി നീക്കം ചെയ്ത്, ഏതിൻ്റെ വെളുത്തുള്ളി അല്ലികളുടെ തൊലി നീക്കം ചെയ്തിട്ട് ഈ 1/4 കിലോ നിലക്കടലയും 10-12 അല്ലി വെളുത്തുള്ളിയും ഒന്ന് മൊരിച്ചെടുക്കുക, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം ഏതാണ്ട് 5 മിനിറ്റോളം റോസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതിൽ നിന്ന് ഈ വെളുത്തുള്ളി അല്ലികൾ നീക്കം ചെയ്യുക, അത് മാറ്റിവെക്കുക, എടുത്ത് കളയരുത്, മാറ്റിവെക്കുക. എന്നിട്ട് ഇവ രണ്ടും, അതായത് നിലക്കടലയും പിന്നെ ഈ വെളുത്തുള്ളിയും ഒന്ന് തണുത്ത് വരാനായിട്ട് കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആയില്ലേ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ തണുത്ത് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മിനുസമില്ലാത്ത രീതിയിൽ, അത് കോഴ്സ് ഗ്രൈൻഡിങ് എന്ന് പറയും, മിക്സിയിലിട്ട് തീരെ ചെറിയ, അതായത് പൊടി പോലെ ആവാൻ പാടില്ല, ആ രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ 1/4 കിലോ നിലക്കടല, അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന വെളുത്തുള്ളി അല്ലികൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അവയും ചേർക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും പിന്നെ പാകത്തിന് നിങ്ങളുടെ സ്വാദിനനുസരിച്ചുള്ള ഉപ്പും ചേർത്തിട്ട് കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. തീരെ മിനുസമുള്ള പൊടിയാവരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇക്കാലത്ത് മിക്കവാറും എല്ലാ മിക്സികളിലും പൾസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഏതാനും സെക്കൻഡ് സമയത്തേക്ക് മാത്രമേ അത് കറങ്ങുള്ളൂ. ആ രീതിയിൽ 2-3 തവണ ആ പൾസ് മാത്രം ഓടിച്ചാൽ ഈ രീതിയിൽ കോഴ്സ് ഗ്രൈൻഡിങ്, തീരെ മിനുസമില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത്, അതായത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു എണ്ണമയം രൂപപ്പെട്ടു തുടങ്ങും. നമുക്ക് കണ്ടു കാണാം അല്ലേ, കണ്ടു തുടങ്ങും. ഇപ്പോൾ ഇതിൽ ഹൈ പ്രോട്ടീൻ ആണ്. ഇത് കൂടുതൽ നേരത്തേക്ക് തുറന്ന് വെക്കരുത്, അടിച്ചു വെക്കുക. കാരണം അത് എന്തായാലും തണുത്ത് കഴിഞ്ഞു, അടിച്ചു വെക്കുക. എന്നിട്ട് ഇത് അവസാനത്തെ മിനുക്ക് പണികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സീസണിങ്ങിന് മറ്റൊന്നുമല്ല, നമ്മൾ നിലക്കടല കൊണ്ട് ഉണ്ടാക്കുന്ന ദോശപ്പൊടി ആയതിനാൽ നിലക്കടല എണ്ണ തന്നെ, അതായത് കപ്പലണ്ടി എണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കപ്പലണ്ടി എണ്ണ ചൂടാക്കുക, അതിൽ കടുക് പൊട്ടിക്കാനായിട്ട് ഇടുക. ലൈറ്റായിട്ടൊന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതങ്ങോട്ട് തണുക്കട്ടെ. ഈ മിശ്രിതം തണുത്തതിന് ശേഷം ഒരു നുള്ള് കായം ഇതിൽ ചേർക്കണം. തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നിങ്ങളുടെ ദോശപ്പൊടി തയ്യാറായി. സിമ്പിൾ. ഉപ്പ് പാകത്തിന് ചേർക്കാം. ഉപ്പിൻ്റെ അളവിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും പറയാനില്ല, കണക്കൊന്നും പറയാനില്ല, പാകത്തിന് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് സൂക്ഷിക്കേണ്ട രീതി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് വായു കടക്കാത്ത നല്ല ഉറപ്പുള്ള ഒരു അടപ്പ്, നല്ല ഉറപ്പുള്ള ഒരു പാത്രത്തിൽ, ഗ്ലാസിൻ്റെ പാത്രത്തിൽ വെക്കുന്നതായിരിക്കും ഉത്തമം. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ദയവായിട്ട് ഇത് വെക്കരുത്. ഗ്ലാസ് പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലാസ് ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ദോശയ്ക്കൊപ്പമോ ഇഡ്ലിക്കൊപ്പമോ എന്തിന് ഊണ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ
വളരെ പോഷക സമ്പുഷ്ടമായ ഹൈ പ്രോട്ടീൻസ് ഉള്ള ഒരു ദോശപ്പൊടി നിങ്ങൾക്ക് റെഡിയായി. നമ്മൾ ഇതിനെ ദോശപ്പൊടി എന്നാണ് പറയുന്നത്. കാരണം പരമ്പരാഗതമായിട്ട് നമ്മൾ ദോശയ്ക്കൊപ്പമാണ് ഇത് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത്. പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടേതായ ഇനി പൊടിക്കൈകൾ ഇതിന് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലെന്തെങ്കിലും സ്വാദിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെങ്കിൽ അത് വരുത്തിയിട്ട് നമ്മളെ അറിയിക്കുക. കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ വിഭവം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീടുകളിൽ പരീക്ഷിച്ച് നോക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ എഴുതി അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വിശദീകരിച്ച് ഇതിൻ്റെ പാചകക്കുറിപ്പ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. Hope you enjoy your preparations. Thank you.